കേരള പോലീസിന്റെ സംരംഭമായ സൈബർ ഡോമിന്റെ രണ്ടാമത് സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് കോഴിക്കോട് സൈബർ പാർക്കിൽ നടന്നു. കോവിഡ് ലോക്ഡൌൺ കാലത്ത് ഉയർന്നുവന്ന സൈബർ കുറ്റകൃത്യങ്ങളായിരുന്നു ഈ വർഷത്തെ കോൺഫറൻസിന്റെ ആശയം. ഓൺലൈൻ മുഖേനയാണ് ഈ വർഷത്തെ സൈബർ സെക്യൂരിറ്റി കോൺഫറൻസ് നടന്നത്. സൈബർ ഇടങ്ങളിലെ ചതിക്കുഴികളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും സൈബർ സെക്യൂരിറ്റി മേഖലയിലെ അന്താരാഷ്ട്ര വിദഗ്ധർ വിദ്യാർത്ഥികൾക്കും സൈബർ മേഖലയിലെ പഠിതാക്കൾക്കും വ്യക്തമായി നൽകുന്നതായിരുന്നു സൈബർ ഡോമിന്റെ കോഴിക്കോട്ടെ കോൺഫറൻസിന്റെ പ്രത്യേകത. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലൈനായി നിരവധി വിദ്യാർത്ഥികളാണ് കോൺഫറൻസിൽ പങ്കെടുത്തത്. ലോക്ക്ഡൌൺ കാലത്തും കോവിഡ് കാലത്തും സൈബർ ഇടങ്ങളിലുണ്ടായ പുതിയ തട്ടിപ്പുകൾ ഉൾപ്പെടെ തുറന്നു കാട്ടുന്നതായിരുന്നു കോൺഫറൻസ്. കോവിഡ് വന്നു പോയതിനു ശേഷം ഒരുപാട് സൈബർ ക്രൈംസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വളറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറിയിട്ടുണ്ട്. സോ സൈബർ ക്രൈംസ് വളരെ വലിയ തോതിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലുള്ള നമ്മുടെ പബ്ലിക്കിൻ്റെ അവയർനെസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൂടാതെ കൂടുതൽ സൈബർ സെക്യൂരിറ്റി എന്തൂസിയാറ്റിക്സ് ആയിട്ടുള്ള ആൾക്കാരെ ഈ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നതിനും കൂടെ വേണ്ടിയിട്ടും സൈബർ സ്പേസിൽ അവയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും സൈബർ സെക്യൂരിറ്റി മേഖലകളിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, സൈബർ ക്രൈംസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൈബർ ഡോം കോഴിക്കോട് ഈ പ്രാവശ്യത്തെ സൈബർ സെക്യൂരിറ്റി സമ്മിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ IT കമ്പനി സിഇഒമാരും NIT, IMK, വിവിധ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളടക്കം 25,000-ഓളം പേരാണ് ഓൺലൈനിലൂടെ 2 ദിവസത്തെ കോൺഫറൻസിൽ പങ്കെടുത്തത്. സോഷ്യൽ എഞ്ചിനീയറിംഗ്, സൈബർ ഫോറൻസിക് എന്നീ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര സുരക്ഷാ വിദഗ്ധരാണ് സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്കും സൈബർ പ്രൊഫഷണലുകൾക്കുമായി CTF, സൈബർ ക്യൂസ് തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.